ഇത് നമ്മൾ പോരാന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വെള്ളത്തിന് അടി കൂടെ പോയിട്ട് അപ്പോൾ ആ ഒരു ഹോൾ ഉണ്ട്, ആ ഹോളിൽ കൂടെ ആൾ ഒഴുകി പോയതുണ്ട്. ഏതാണ്ട് രക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല, അവിടെ ഒഴുക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലേനു. അടിപൊളി ഭംഗിയാണ് കാണാൻ. നിങ്ങൾ ഇപ്പം തന്നെ ആശ്രയിക്കണം, നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുന്നില്ല. എങ്ങനെ വരോ எப்படி நம்ம ஊரு ബൈക്കിൽ എപ്പടി വന്നോ സൂപ്പർ. എന്താ മോനെ നമ്മളെ കണ്ട വ്യൂ എത്തി ഗൈസ്. ഓ വേറെ ലെവൽ. അപ്പൊ ഇതാണ് ഈ ടീക്കോളിന്റെ ഈ വൈബിളുള്ള ആ തോടി, എല്ലാരും ഇങ്ങനെ ഒലിച്ചു പോണ സാധനം. അപ്പൊ ജസ്റ്റ് കണ്ടോളി, എന്നാ രസം. ഹലോ ഗായ്സ്, ഞങ്ങൾ എന്താ വർത്താനം ഉഷാറല്ലേ? അപ്പൊ ഞാനും സെമിസ്റ്റായി പോവും. ഒരാളുടെ കാണിച്ചരാ. അങ്ങനെ ഗായ്സ് നമ്മളെ ജുനിക്കാക്കി എത്തിയിരിക്കുന്നു. നല്ല പോസ്റ്റ് ആകുന്നുണ്ട്, ചില്ലറ പോസ്റ്റ് ഒന്നുമില്ല, 1 മണിക്കൂർ പോസ്റ്റ് ആകുന്നു. ഇങ്ങനെ എത്തിയാണ് 10 മണിക്ക് മുമ്പ് ഇറങ്ങിയിട്ട് 10 അല്ലേ 10 കഴിഞ്ഞാവും 11 മണി 10:57 സമയം വന്നപ്പോ ഓനെന്താടിന് ഉള്ള പണിഷ്മെന്റ് നമുക്ക് വെള്ളത്തെത്തി തീരുമാനിച്ചാം. അപ്പൊ നമ്മളെ പോകുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ടീക്കോളിനിക്കാ പോകുന്നുള്ളൂ. പക്ഷെ എല്ലാവർക്കും റൂട്ട് മാപ്പ് ഒന്നും കാര്യമൊന്നും അറിയില്ല. ആരായിട്ട് ഫസ്റ്റ് ആണ് എല്ലാവരും പോകുന്നത്, എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം, വൈബാക്കാം. സംഭവം ആരൊന്നും വേണ്ടല്ലോ, നമ്മളെ ലൊക്കേഷൻ അങ്ങനെ പോവാണ്. അമേശ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി നോക്കില്ല നമുക്ക്. അപ്പൊ കഴിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് ടീക്കോളിന്റെ വൈബ് തന്നെ. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താന്നല്ല, നല്ല സൗണ്ട് ഉണ്ട്, വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ടല്ലേ, അതാണ് നമ്മളെ ഇവിടെ മെയിൻ. ഇനി സംഭവം കാണിച്ചാൽ ഈ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതോ. അപ്പൊ വീഡിയോ എന്താന്നുള്ളത് അത് നിങ്ങൾ കണ്ടോളി, നമ്മൾ പോകുമ്പോൾ കണ്ടോളി. മറ്റുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നത് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ കാണുന്നതല്ലേ. പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നമ്മൾ തന്നെ എടുക്കും. അപ്പൊ അതാണ് ഹൈലൈറ്റ്. അത് പോയിക്കാലോ. അപ്പൊ സംഭവിച്ചാൽ ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ കാര്യങ്ങളെ ഇത് കണ്ടല്ലേ, ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടെ. അതുപോലെ തന്നെ ഒരു ഗേറ്റ് കാണാൻ കൂടുതൽ ഒരു കവർ ഇട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോട്ട ഉണ്ടോ, അതല്ല ആ ബാക്ക് രണ്ട് കവർ ഉണ്ടല്ലേ, അതാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ പോകാന്നുള്ളതാണല്ലേ. നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നമുക്ക് നടന്നിങ്ങനെ പോകേണ്ട, കുറച്ച് എത്രത്തോളം നടക്കാനൊന്നും അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് പോയി നോക്കിയാലോ, ഇന്ന് പോരി. നല്ല വൈബാണ്ടോ, വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വൈബാണല്ലേ. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും ഇതിന്റെ കൊണ്ട് കേൾക്കണമല്ലോ, സൗണ്ട് നല്ല കാറ്റ് കമ്മി ഉണ്ടാവും. എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഉണ്ടല്ലേ. ഓ ഭയങ്കര ഡേഞ്ചറാണ് സംഭവം. ഏരിയ കല്ല പാറണ്ടല്ലേ, അടിപൊളി ഭംഗിയാണ് കാണാൻ. നിങ്ങൾ ഇപ്പം തന്നെ ആശ്രയിക്കണം, നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കുറേ കിളികളാന്ന് പറയാം, അവർ കിളാറുന്ന സൗണ്ടല്ലോ. അല്ല എൻ്റെ മോനെ ഭയങ്കര ഇതാണ് ഏരിയ. ഈ കല്ലുണ്ട്, അതാണ് ഭയങ്കര എന്താ പറയുക, അവിടുത്തെ ഒരു അട്രാക്ഷൻ തന്നെയാണ്, ഡേഞ്ചർ തന്നെയാണ്. സംഭവം ചെയ്താൽ പാളിയുണ്ട്, ഇവിടെ നല്ല പോകേണ്ടത് കുറച്ചുകൂടി ബാക്കിൽ നിന്നാണ് പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് റിട്ടേൺ പോവാണ്. ഒന്ന് പോയി നോക്കാം നമുക്ക്. ആദ്യമായിട്ട് കാണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്, നോക്കാം. അപ്പൊ കാഴ്ച ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? ലൊക്കേഷൻ അവിടെ നമ്മളെ അടുത്ത് തന്നെയാണ്. ഒരു 4 കിലോമീറ്ററുകൾ പോകുന്നു, അത്രേ ഉള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ സംഭവം ലൊക്കേഷൻ ഒന്നുമില്ല, ടീക്കോളിനി കെട്ടിങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ ഒരു പാസ് സിറ്റി ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കാതെ എങ്ങനെ പോയി, ആര് തെറ്റാ പറ്റിയത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല വെള്ളമാണല്ലോ. അറിയിപ്പുണ്ടോ? ആദ്യം അറിയിപ്പ് വായിക്കാം നമുക്ക്. അപ്രതീക്ഷിത കുത്തേക്കുന്ന പോയാണ് കോട്ടപ്പുഴ. മഴ മുന്നറിയിപ്പ് ദിവസങ്ങളിൽ കിഴക്കൻ മല പെയ്യുന്ന ദിവസങ്ങളിൽ പോയി ഇറങ്ങുന്നത് അത്യന്തം കാര്യമായിട്ടൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം പുറത്തുള്ള ആൾക്കാർ വരുന്നോണ്ട് ഇപ്പോഴത്തെ ദിശയും കാര്യങ്ങളൊന്നും അറിയാലോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ കാണാൻ പാടില്ല, അത്യാവശ്യം ഡേഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആണല്ലേ എൻ്റെ മോനെ, അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങി നോക്കാം എങ്ങനെ സംഭവം എന്നുള്ളത്. കുറച്ച് ടാസ്ക് അത് നടക്കാൻ, മഴയൊക്കെ ആയിട്ട് ഫുള്ള് എന്താ പറയുക വഴിക്കുന്ന ഒരു ഏരിയ ആണല്ലോ. നടക്കുമ്പോഴൊക്കെ ഒന്ന് സ്ലിപ്പാണെന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എന്ത് പറ്റി, ഇറങ്ങിയതാണോ ഇറങ്ങി കയറിയതാണോ? കഴിഞ്ഞോ? ഹലോ ഇക്കാം, നീ ആരാശന് ഇത്ര ആളല്ലേ? எங்க வரும்? தஞ்சாவூர் தான். அங்கே இருந்து இந்த வீடியோ பார்த்தேன். எங்கே பார்த்து வரா? எப்படி வருவா? வீடியோ பார்த்து வந்துடா, இன்ஸ்டாகிராம் பார்த்து வந்துடுதா? ஓ நல்லா இருக்கு. போய் முடிச்சுட்டா? முடிஞ்சு. எப்படி நம்ம ஊரு? സന്തോഷമായിട്ടുണ്ട്. ബൈക്കിൽ എപ്പടി വന്നോ? സൂപ്പർ ഇരിക്കല്ലേ. അപ്പൊ ഇവർ സംഭവം ഞാൻ പറഞ്ഞത്, ഇവർ തഞ്ചാവൂരിൽ നിന്ന് വരാണ്ട്. അതായത് നമ്മളെ തമിഴ്നാട് തഞ്ചാവൂര് അവിടുന്ന് വരാണ്. ഇവർക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഒരു ബസ്സിനും ഓട്ടോസൊക്കെ കയറി വരാണ്. അപ്പൊ സംഭവം തെറ്റാണ്. അപ്പൊ ജൂനി ആദ്യമായിട്ട് ഇറങ്ങാണ്. എന്റെ മോനെ തെറ്റി. അപ്പൊ എല്ലാവരും ഇറങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഇറങ്ങാണ്ടെന്നാല്. അപ്പൊ ഞാൻ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. ഒന്ന് പോയി നോക്കാം. സംഭവത്തിൽ എന്താ പറയുക, ടാസ്കാണ് ഇറങ്ങാറില്ല. നടക്കാൻ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പനിയാനും ടാക്സി കിട്ടും, പറ്റില്ല. നമ്മൾ ഇറങ്ങിയിട്ട് ഇതാക്കി നടക്കണ്ടോ, ഈ വരുമ്പോ കൂടെ നടക്കണേ. ആ വ്യൂ ആണെങ്കിൽ എന്റെ പോലെ നമ്മളെ വരി വലിയ ക്യൂ വേണ്ടല്ലേ. പിന്നെ നമ്മള് ബാക്കി വരുവാണ് ഇറങ്ങാൻ. ഇതിന് നടക്കാൻ വേണ്ടി തോന്നി മുള്ളും കാര്യങ്ങളും വെട്ടാണ്ടോ. എന്താ മോനെ നമ്മളെ കണ്ട വ്യൂ എത്തി ഗൈസ്. ഓ വേറെ ലെവൽ.
എന്താ ലെവലായി അടിപൊളി. എല്ലാവരും കാണാൻ ചായയുടെ കൂടെ യാത്ര ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പോകുന്നു. പോയി കാണിച്ചടാ, ഈ ബോളെ കാണിച്ചടാ. കാണില്ല ജിനോ. പോരാന്ന് പറഞ്ഞാൽ വെള്ളം കൂടി ചെയ്തിട്ടുണ്ട്. നല്ല കലക്കാണ് ഇടാം. ഇത് നമ്മൾ പോരാന്ന് വെച്ചപ്പോൾ ഒരാൾ വെള്ളത്തിന് അടി കൂടെ പോയിട്ട് അപ്പോൾ ആ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിൽ കൂടെ ആൾ ഒഴുകി പോയതുകൊണ്ട് ഏതാണ്ട് രക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല. അവിടെ ഒഴുക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലേനു. വിശേഷങ്ങൾ കാണൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അടിപൊളി നല്ല അടിപൊളി വൈബേന്. പിന്നെ അത് കാണിച്ചാൽ നല്ല മഴ ഇതിൻ്റെ ഇടയിൽ ഈ ട്രാക്ക് കൂടെ പോയത് ഹൈലൈറ്റ് ഇട്ടോ. നല്ല അടിപൊളിയായിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞായറാഴ്ച കഴിയുന്നത് ഒഴിവാക്കുക. അപ്പോൾ ക്രൗഡ് ഒരുപാട് ഒഴിവാകും. ഇനി നല്ല വൈബാണ് കിട്ടണമെങ്കിൽ ഞായറാഴ്ച തന്നെ വരുമ്പോൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന